ഇന്ന് നമ്മൾ നോക്കുന്നത് Cbse 8ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണ്. ഈ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സിവിലൈസിങ് ദ നേറ്റീവ്, എഡ്യൂക്കേറ്റിംഗ് ദ നേഷൻ. ഇതിൻ്റെ 2 പാർട്ടുകൾ കാണാത്തവർ അത് ആദ്യം കാണണം. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഫോർ കൊമേഴ്സ്. ഇത് ട്രേഡിന് അല്ലെങ്കിൽ കച്ചവടത്തിന്, കൊമേഴ്സിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ. In 1854, the British Court of Directors of East India Company in London sent an educational dispatch to the Governor General in India. ഇന്ത്യയിലെ ഗവർണർ ജനറലിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ, ഒരു എഡ്യൂക്കേഷണൽ ഡിസ്പാച്ച് എന്നാണ് അതിന് പറയുന്നത്. എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഓർഡർ അത് ഇന്ത്യയിലെ ഗവർണർ ജനറലിന് വേണ്ടിയിട്ട് അയച്ചു. ആരയച്ചു? ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലണ്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഡയറക്ടേഴ്സ്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയായിരിക്കണം, എഡ്യൂക്കേഷൻ പോളിസി എന്തായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഡ്യൂക്കേഷണൽ ഡിസ്പാച്ച് ഇന്ത്യയിലുള്ള ഗവർണർ ജനറലിന് വേണ്ടിയിട്ട് അയച്ചു. ഇഷ്യൂഡ് ബൈ ചാൾസ് വുഡ്. അത് ഇഷ്യൂ ചെയ്തത് ചാൾസ് വുഡ്. അദ്ദേഹം ആരായിരുന്നു? പ്രസിഡൻറ്റ് ഓഫ് ദ ബോർഡ് ഓഫ് ദ കൺട്രോൾ ഓഫ് ദ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോർഡ് ഓഫ് കൺട്രോളിലെ പ്രസിഡൻ്റ് ആയിരുന്നു. പ്രസിഡൻറ്റ് ഓഫ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ദ കമ്പനി. ഇറ്റ് ഹാസ് കം ടു ബി നോൺ ആസ് വുഡ്സ് ഡിസ്പാച്ച്. ആ ഡിസ്പാച്ചിനെ, ഈ ഡിസ്പാച്ച്, എഡ്യൂക്കേഷണൽ ഡിസ്പാച്ചിനെ വുഡ്സ് ഡിസ്പാച്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഔട്ട്ലൈനിങ് ദി എഡ്യൂക്കേഷണൽ പോളിസി ദാറ്റ് വാസ് ടു ബി ഫോളോഡ് ഇൻ ഇന്ത്യ. അതെന്തായിരുന്നു ഔട്ട്ലൈൻ ചെയ്തത്? അതിൽ പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷൻ പോളിസി, ഇന്ത്യയിൽ ഫോളോ ചെയ്യേണ്ട എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചായിരുന്നു. ആൻഡ് ഇറ്റ് എംഫസൈസ്ഡ് വൺസ് അഗെയിൻ ദ പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് ഓഫ് എ സിസ്റ്റം ഓഫ് യൂറോപ്യൻ ലേണിംഗ്. യൂറോപ്യൻ ലേണിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ആൻഡ് ഒപ്പോസ്ഡ് ആസ് ഒപ്പോസ് ടു ഓറിയൻ്റൽ നോളജ്. ഓറിയൻ്റൽ നോളജിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഉള്ള പ്രാക്ടിക്കൽ നോളജ്, പ്രാക്ടിക്കൽ ലേണിങ്, യൂറോപ്യൻ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു എഡ്യൂക്കേഷണൽ ഓർഡറായിരുന്നു അത്. വൺ ഓഫ് ദ പ്രാക്ടിക്കൽ യൂസസ് ഓഫ് ദ ഡിസ്പാച്ച് പോയിൻറ്റഡ് വാസ് എക്കണോമിക്. ഒരു പ്രാക്ടിക്കൽ യൂസ് എന്ന് പറയുന്നത് അത് എക്കണോമിക് ആയിരുന്നു. അതായത് സമ്പത്ത് അല്ലെങ്കിൽ കച്ചവടം കൂട്ടാനും ആൾക്കാരുടെ മനോഭാവം മാറ്റാനും ഇംഗ്ലീഷ് ഗുഡ്സ് അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ വാങ്ങിക്കാനും അതിനെല്ലാം പ്രചോദനം കൊടുക്കും. അതൊക്കെയായിരുന്നു അവരുടെ വൺ ഓഫ് ദ യൂസസ്. അതിൻ്റെ പുറകിലുള്ള ഒരു ലക്ഷ്യം. യൂറോപ്യൻ ലേണിംഗ് ഇറ്റ് സെറ്റ് would enable the Indians to recognize the advantages that flow from the expansion of trade and commerce. ട്രേഡ് ആൻഡ് കൊമേഴ്സ് എക്സ്പാൻഡ് ആവും. അതിനെക്കുറിച്ചുള്ള അഡ്വാൻറ്റേജസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഈ യൂറോപ്യൻ ലേണിംഗ് ഇന്ത്യൻസിനെ സഹായിക്കും. ആൻഡ് മേക്ക് ദം സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്പിംഗ് റിസോഴ്സസ് ഓഫ് ദ കൺട്രി. ഇമ്പോർട്ടൻസ് ഈ ഇന്ത്യയിലെ ഡെവലപ്പ് ചെയ്യുന്ന റിസോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കാനും, അതായത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, പ്രാക്ടിക്കൽ നോളജിന് അത് സഹായിക്കും. ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദം ടു ദ യൂറോപ്യൻ വേസ് ഓഫ് ലൈഫ്. ആ ഇന്ത്യയിലെ ആൾക്കാരെ യൂറോപ്യൻ വേസ് ഓഫ് ലൈഫുമായിട്ട് പരിചയപ്പെടാൻ അത് സഹായിക്കും. യൂറോപ്പിലെ ആൾക്കാർ ജീവിക്കുന്ന ജീവിത രീതികളുമായിട്ട് പൊരുത്തപ്പെടാനും പരിചയപ്പെടാനും അത് സഹായിക്കും. ആൻഡ് വുഡ് ചേഞ്ച് ദെയർ ടേസ്റ്റ് ആൻഡ് ഡിസയേഴ്സ്. ഇവിടെ ഇന്ത്യയുടെ ആൾക്കാരുടെ, ഇന്ത്യൻസിൻ്റെ ടേസ്റ്റും അവരുടെ രുചികളും അതുപോലെ തന്നെ അവൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ആ യൂറോപ്യൻ ലേണിംഗ് സഹായിക്കും. അതുപോലെ തന്നെ ക്രിയേറ്റ് എ ഡിമാൻഡ് ഫോർ ബ്രിട്ടീഷ് ഗുഡ്സ്. ബ്രിട്ടീഷ് ഗുഡ്സിന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഇന്ത്യയിൽ. ഫോർ ഇന്ത്യൻസ് വുഡ് ബിഗിൻ ടു അപ്രീഷിയേറ്റ് ആൻഡ് ബൈ തിങ്സ് ദാറ്റ് വർ പ്രൊഡ്യൂസ്ഡ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ പ്രൊഡക്ട്സ് ഇന്ത്യൻസ് വാങ്ങിക്കാനും തുടങ്ങും. അപ്പോൾ ആ എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന് ആൾക്കാരുടെ മനോഭാവം, ആൾക്കാരുടെ ഡിസയേഴ്സ്, ആൾക്കാരുടെ വിഷസ്, അവരുടെ വേ ഓഫ് ലൈഫ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് യൂറോപ്പിലെ ഗുഡ്സ്
ഈ ഇന്ത്യൻസിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക, കച്ചവടം കൂട്ടുക എന്ന ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. വുഡ്സ് ഡിസ്പാച്ച് also argued that European learning would improve the moral character of the Indians. ഇന്ത്യൻസിൻ്റെ മോറൽ ക്യാരക്ടർ, അവരുടെ നല്ല ക്യാരക്ടർ, അവരിൽ നല്ല ക്യാരക്ടർ ഉണ്ടാവും, സ്വഭാവം അവരുടെ രൂപീകരണത്തിന് ഇത് സഹായിക്കും, യൂറോപ്യൻ ലേണിംഗ് സഹായിക്കും എന്നു വരെ ഈ വുഡ്സ് ഡിസ്പാച്ച് ആർഗ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വുഡ് മേക്ക് ദം ട്രൂത്ത്ഫുൾ ആൻഡ് ഹോണസ്റ്റ്, അവരെ ട്രൂത്ത്ഫുള്ളും സത്യസന്ധരും ഓണസ്റ്റും ആക്കും എന്നും ആ ഓർഡറിൽ പറയുന്നു. ആൻഡ് ദാസ് സപ്ലൈ ദ കമ്പനി വിത്ത് സിവിൽ സർവൻസ് ഹൂ വുഡ് ബി ട്രസ്റ്റഡ് ആൻഡ് ഡിപ്പെൻഡഡ് അപ്പോൺ, അതായത് ആശ്രയിക്കപ്പെടാവുന്ന, അതായത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സിവിൽ സർവൻസിനെ ഇന്ത്യൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ സൃഷ്ടിക്കാനായിട്ട് കമ്പനിക്ക് വേണ്ടി സിവിൽ സർവൻസിനെ ഇന്ത്യൻസിൻ്റെ ഇടയിൽ തന്നെ നല്ല ഓണസ്റ്റും ട്രൂത്ത്ഫുള്ളുമായിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന സിവിൽ സർവൻസിനെ, ഒഫീഷ്യൽസിനെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അവരെ വാർത്തെടുക്കാനായിട്ട് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം സഹായിക്കും എന്നും അത് ആർഗ്യൂ ചെയ്യുന്നു. ദി ലിറ്ററേച്ചർ ഓഫ് ദി ഈസ്റ്റ് വാസ് നോട്ട് ഓൺലി ഫുൾ ഓഫ് ഗ്രേവ് എറേഴ്സ്, അവർ പറയുന്നു അവരുടെ കാഴ്ചപ്പാടിൽ എന്താണ്, ലിറ്ററേച്ചർ ഓഫ് ദി ഈസ്റ്റ്, അതായത് ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഒക്കെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വാസ് ഫുൾ ഓഫ് ഗ്രേവ് എറേഴ്സ്, ഒരുപാട് മണ്ടത്തരങ്ങളാണ് അതിലുള്ളത്, അത് പഠിപ്പിച്ചിട്ടൊരു കാര്യവുമില്ല എന്നൊക്കെ അതിൽ പറയുന്നു. It could also not instill in people a sense of duty and commitment to work. ആ ലിറ്ററേച്ചർ പഠിച്ചതുകൊണ്ട്, ഇന്ത്യയിലെ ലിറ്ററേച്ചർ പഠിച്ചതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഒരിക്കലും ഒരു സെൻസ് ഓഫ് ഡ്യൂട്ടിയോ വർക്കിനോടുള്ള കമ്മിറ്റ്മെൻറ്റോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നോർ കുഡ് ഇറ്റ് ഡെവലപ്പ് സ്കിൽസ് റിക്വയർഡ് ഫോർ അഡ്മിനിസ്ട്രേഷൻ, ഭരണത്തിന് ആവശ്യമായിട്ടുള്ള, അഡ്മിനിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള സ്കിൽസും ആ ലിറ്ററേച്ചർ പഠിച്ചതുകൊണ്ട്, ഇന്ത്യയിലെ ലിറ്ററേച്ചർ പഠിച്ചതുകൊണ്ട് ഇന്ത്യൻസിന് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് യൂറോപ്യൻ ലേണിംഗ് തന്നെ പഠിപ്പിക്കണം. ഫോളോയിങ് 1854 ഡിസ്പാച്ച്, ആ 1854 ഡിസ്പാച്ച് വന്ന് കഴിഞ്ഞിട്ട് സെവറൽ മെഷേഴ്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ്, ഒരുപാട് കാര്യങ്ങൾ അവർ തുടങ്ങി ബ്രിട്ടീഷുകാർ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ് വെർ സെറ്റപ്പ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ടു എക്സ്റ്റെൻഡ് കൺട്രോൾ ഓവർ ഓൾ മാറ്റേഴ്സ് റിഗാർഡിങ് എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട്, നോക്കി നടത്താനായിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് സ്റ്റെപ്സ് വർ ടേക്കൺ ടു എസ്റ്റാബ്ലിഷ് എ സിസ്റ്റം ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങി. ഇൻ 1857, 1857, while the sepoys rose in revolt in മീററ്റ് ആൻഡ് ഡൽഹിയിലും മീററ്റിലുമൊക്കെ 1857 റിവോൾട്ട് വന്നു. യൂണിവേഴ്സിറ്റീസ് ബീയിങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കട്ട, മദ്രാസ് ആൻഡ് ബോംബെ. അപ്പോൾ ആ സമയത്താണ് കൽക്കട്ടയിലും മദ്രാസിലും ബോംബെയിലുമൊക്കെ യൂണിവേഴ്സിറ്റി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. attempts were also made to bring about changes within the system of school education. സ്കൂൾ എഡ്യൂക്കേഷനിലും ആ സിസ്റ്റത്തിലും ഒരുപാട് ചേഞ്ചസ് വരുത്താനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു ആ സമയത്ത്. ഇത് ഈ ഫിഗർ 5 എന്ന് പറയുന്നത് ബോംബെ യൂണിവേഴ്സിറ്റി ഇൻ ദ 19th സെഞ്ച്വറിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ബോംബെ യൂണിവേഴ്സിറ്റിയാണ്. ഈ ചിത്രത്തിൽ ഈ ഫിഗറിൽ പറയുന്നത് സെറംപൂർ കോളേജ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ദി റിവർ ഹൂഗ്ലി നിയർ കൽക്കട്ട, കൽക്കട്ടയിലെ അടുത്തുള്ള ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള അതിനടുത്തുള്ള സെറംപൂർ കോളേജാണിത്. ഡിമാൻഡ് ഫോർ മോറൽ എഡ്യൂക്കേഷൻ, അതിനിടയിലാണ് ഈ ഡിമാൻഡ് ഫോർ മോറൽ എഡ്യൂക്കേഷൻ, ക്രിസ്ത്യൻ മിഷണറീസ് മോറൽ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഡിമാൻഡ് ചെയ്തത്. ഈ ഫിഗറിൽ കാണിക്കുന്നത് വില്യം കാരി വാസ് എ സ്കോട്ടിഷ് മിഷണറി ആയിരുന്നു. ആൻഡ് ഹു ഹെൽപ്ഡ് എസ്റ്റാബ്ലിഷ് സെറംപൂർ മിഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു മിഷണറിയാണ് ഇത് വില്യം കാരി.
അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താ ഈ ഡിമാൻഡ് ഫോർ മോറൽ എഡ്യൂക്കേഷൻ എന്ന്. The argument for practical education was strongly criticized by the Christian missionaries in India in the 19th century. 19th centuryയിലെ ക്രിസ്ത്യൻ മിഷണറീസ്, ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറീസ്, പുറത്തുനിന്ന് വന്ന വിദേശികളായ ക്രിസ്ത്യൻ മിഷണറീസ്, അവർ ഈ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ, യൂറോപ്യൻ എഡ്യൂക്കേഷൻ, യൂറോപ്യൻ ലേണിംഗ് അതിന് സ്ട്രോങ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തു, എതിർത്തു. മിഷണറീസ് ഫെൽറ്റ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് അറ്റംപ്റ്റ് to improve the moral character of the people. അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൾക്കാരുടെ മോറൽ ക്യാരക്ടർ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കണം. ദ മൊറാലിറ്റി കുഡ് ബി ഇംപ്രൂവ്ഡ് ഓൺലി ത്രൂ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ. അവർ വിശ്വസിച്ചത് മൊറാലിറ്റി, നല്ല ആൾക്കാരെ വാർത്തെടുക്കാൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷന് മാത്രമേ സാധിക്കൂ എന്ന് അവർ പറഞ്ഞു. അണ്ടിൽ 1813 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഒപ്പോസ്ഡ് ടു മിഷണറി ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറി ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ നടത്തുന്നതിനെല്ലാം എതിർത്തിരുന്നു. ഇറ്റ് ഫിയർഡ് ദാറ്റ് മിഷണറി ആക്ടിവിറ്റീസ് വുഡ് പ്രൊവോക്ക് റിയാക്ഷൻ എമംഗ്സ്റ്റ് ദി ലോക്കൽ പോപ്പുലേഷൻ ആൻഡ് മേക്ക് ദം സസ്പീഷ്യസ് ഓഫ് ബ്രിട്ടീഷ് പ്രസൻസ് ഇൻ ഇന്ത്യ. അതായത് അവർ ഭയപ്പെട്ടു. എന്താ ഭയപ്പെട്ടത്? മിഷണറി ആക്ടിവിറ്റീസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലോക്കൽ പോപ്പുലേഷൻ അവരെ അത് പ്രകോപിപ്പിക്കും. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള പ്രസൻസ് അത് ഇതിനു വേണ്ടിയാണോ എന്നുള്ള സംശയം അവർക്ക് വരും. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറീസിൻ്റെ ആക്ടിവിറ്റീസിനെ എതിർത്തത്. Unable to establish an institution within British-controlled territories, the missionaries set up a mission at Serampore in an area under the control of Danish East India Company. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിലുള്ള സെറംപോർ എന്ന ഏരിയയിൽ അവർ ഈ മിഷനറി സ്റ്റാർട്ട് ചെയ്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനെ എതിർക്കുകയായിരുന്നു. അപ്പോൾ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിലുള്ള സെറംപോർ ആ സ്ഥലത്ത് അവർ മിഷനറി സ്റ്റാർട്ട് ചെയ്തു. എ പ്രിൻറ്റിംഗ് പ്രസ് വാസ് സെറ്റപ്പ് ഇൻ 1800. 1800 ഒരു പ്രിൻറ്റിംഗ് പ്രസ്സാണ് അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്തു. കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1818. ഓവർ ദ 19th centuryയിൽ മിഷണറി സ്കൂൾസ് വർ സെറ്റപ്പ് ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിൽ മിഷണറി സ്കൂൾസ് അവർ സെറ്റ് ചെയ്തു. ആഫ്റ്റർ 1857 1857 കഴിഞ്ഞപ്പോൾ however the British government in India was reluctant to directly support missionary education. ഡയറക്റ്റായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർ മിഷണറി എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്തില്ല. ആൻഡ് ദിസ് വാസ് എ ഫീലിംഗ് that any strong attack on local customs, അവർ ലോക്കൽ കസ്റ്റംസിലും ലോക്കൽ പ്രാക്ടീസസിലും ബിലീഫ്സിലും അവരുടെ റിലീജിയസ് ഐഡിയാസിലും എല്ലാം ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈറ്റ് എൻറേജ് എ നേറ്റീവ് ഒപ്പീനിയൻ. അപ്പോൾ അവരിൽ ഇന്ത്യക്കാരിൽ ഒരു എതിർപ്പുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാതിരുന്നത് ആ സമയത്ത്. ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.